فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى. അങ്ങനെ അവരിരുവരും ആദമും ഹവ്വയും ആ വൃക്ഷത്തിന്റെ കനി തിന്നു. തത്ഫലമായി ഉടനെ അവരുടെ നഗ്നത പരസ്പരം വെളിവായി. ഇരുവരും സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് അത് മറയ്ക്കാൻ തുടങ്ങി. ആദം റബ്ബിനെ ധിക്കരിച്ചു, നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചുപോയി. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, അനുസരണക്കേട് പ്രകടമായതോടെ സ്വർഗത്തിൽ മനുഷ്യന് ലഭിച്ചുകൊണ്ടിരുന്ന സുഖസൗകര്യങ്ങൾ പിൻവലിക്കപ്പെട്ടു. വസ്ത്രാക്ഷേപത്തിന്റെ രൂപത്തിലാണ് അതാദ്യം പ്രത്യക്ഷപ്പെട്ടത്. അന്നപാനീയങ്ങളും പാർപ്പിടവും നിഷേധിക്കപ്പെടുന്ന ഘട്ടം പുറകെ വരുന്നുണ്ടായിരുന്നു. വിശപ്പിന്റെയും ദാഹത്തിന്റെയും അനുഭവങ്ങളിലൂടെയും പിന്നീട് പാർപ്പിടത്തിൽ നിന്ന് പുറന്തള്ളുന്നതിലൂടെയും അവയും യാഥാർത്ഥ്യമായി. എന്നാൽ അനുസരണക്കേട് ആദ്യമായി പ്രതിഫലിച്ചത് സ്വർഗീയ ഉടയാടകൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നതിലൂടെയായിരുന്നു. ഇവിടെ ആദമിൽ പ്രത്യക്ഷപ്പെട്ട ആ മാനുഷിക ദൗർബല്യത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു തന്റെ സ്രഷ്ടാവും നാഥനുമാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു, മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. സ്വർഗത്തിൽ തനിക്ക് ലഭിച്ച സുഖസൗകര്യങ്ങളെക്കുറിച്ച ബോധം സദാ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാത്താന്റെ ശത്രുതയെക്കുറിച്ച് അദ്ദേഹത്തിന് നേരിട്ടറിവുണ്ടായിരുന്നു. വിധി നൽകിയതോടൊപ്പം തന്നെ അല്ലാഹു അദ്ദേഹത്തെ ഇപ്രകാരം ധരിപ്പിച്ചിട്ടുണ്ട്: ഇവൻ നിന്റെ ശത്രുവാണ്, നിന്നെ അനുസരണക്കേടിലേക്ക് നയിക്കാൻ ഇവൻ സദാ യത്നിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവനെ വഴിപിഴപ്പിക്കുകയും തകർക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചുതന്നെ സാത്താൻ വെല്ലുവിളി നടത്തിയിട്ടുമുണ്ട്. സാത്താൻ ദയാനിധിയും അഭ്യുദയകാംക്ഷിയുമായ ഒരു നിഷ്കളങ്ക സുഹൃത്തിന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് കൂടുതൽ സൗഭാഗ്യകരമായ ഒരവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിൽ മോഹം ജനിപ്പിച്ചു. അപ്പോൾ ആ പ്രലോഭനത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ ആദം കെണിയിൽ അകപ്പെട്ടുപോയി. അപ്പോഴും അല്ലാഹുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ കൽപ്പനകളെ സംബന്ധിച്ച് അവയ്ക്ക് താൻ പൂർണ്ണമായും നിർബന്ധമായും കീഴൊതുങ്ങേണ്ടതില്ലെന്നുള്ള ഒരു വിചാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പൈശാചിക പ്രലോഭനത്തിന് വിധേയനായപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വികാരമായിരുന്നു അത്. അതോടൊപ്പം അദ്ദേഹം സ്വയം മറന്നു. ആത്മനിയന്ത്രണം നഷ്ടമായി. ദൈവാരാധനയുടെ ഉന്നതിയിൽ നിന്ന് ധിക്കാരത്തിന്റെ നികൃഷ്ടഗർത്തത്തിൽ ആപതിക്കുകയും ചെയ്തു. ഈ വിസ്മൃതിയും നിശ്ചയദാർഢ്യമില്ലായ്മയുമാണ് കഥാരംഭത്തിൽ പരാമർശിക്കപ്പെട്ടത്. ഈ സൂക്തത്തിൽ വിവരിച്ച അനുസരണക്കേടും ധിക്കാരവും അതിന്റെ അനന്തരഫലമായിരുന്നു. മനുഷ്യന്റെ പ്രഥമ തലമുറയിൽ തന്നെ പ്രകടമായ ഒരു മാനുഷിക ദൗർബല്യമാണിത്. ഈ ദൗർബല്യത്തിൽ നിന്ന് മുക്തമായ ഒരു കാലഘട്ടവും മനുഷ്യനിൽ കടന്നുപോയിട്ടില്ല തന്നെ. പിന്നീട് റബ്ബ് ആദമിനെ വീണ്ടെടുത്തു. അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും സന്മാർഗമരുളുകയും ചെയ്തു. അല്ലാഹു മനുഷ്യനെ പിശാചിനെപ്പോലെ മഹത്വത്തിൽ നിന്ന് എന്നേക്കുമായി ബഹിഷ്കരിച്ചിട്ടില്ല. അനുസരിക്കാനുള്ള യത്നത്തിൽ പരാജയപ്പെട്ട മനുഷ്യനെ വീണേടത്തു തന്നെ അവൻ ഉപേക്ഷിച്ചിട്ടില്ല. മറിച്ച് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അടുത്തു വിളിച്ച് തന്റെ സേവകനായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. മനഃപൂർവ്വം അക്രമം പ്രവർത്തിക്കുകയും ധിക്കാരവും വഞ്ചനയും കാണിക്കുകയും ചെയ്യുന്ന അടിമകളോട് അല്ലാഹു അനുവർത്തിക്കുന്ന നിലപാടാണ് ആദ്യം സൂചിപ്പിച്ചത്. പിശാചും സ്വന്തം നാഥനോട് അനുസരണക്കേട് കാണിച്ച് ശത്രുവെപ്പോലെ അവനോടെതിരിടുന്ന മറ്റ് സൃഷ്ടികളുമാണ് അതിനർഹരായിട്ടുള്ളത്. വിസ്മൃതിയുടെയും നിശ്ചയദാർഢ്യമില്ലായ്മയുടെയും ഫലമായി തെറ്റുകൾ പ്രവർത്തിക്കുകയും അതേക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ തങ്ങളുടെ ചെയ്തിയിൽ ലജ്ജിക്കുകയും ദുഃഖിതരുമായി തീരുകയും ചെയ്യുന്ന വിശ്വസ്തരായ ദാസന്മാരുണ്ടല്ലോ, അവരോട് അനുവർത്തിക്കുന്നതാണ് രണ്ടാമത്തെ നിലപാട്. ഈ നിലപാടായിരുന്നു ആദമിനോടും ഹവ്വായോടും അനുവർത്തിച്ചത്. കാരണം തന്റെ തെറ്റിനെക്കുറിച്ച് ബോധവാനായപ്പോൾ അദ്ദേഹം ഇപ്രകാരം വിലപിക്കുകയുണ്ടായി: നാഥ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തുപോയി. ഇനി നീ ഞങ്ങൾക്ക് മാപ്പരുളുകയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നശിച്ചുപോകും. അൽ-അറാഫ് 23 സൂക്തം. ആദമിന് അല്ലാഹു പുറത്തു കൊടുക്കുക മാത്രമല്ല, ഭാവിയിൽ സ്വീകരിക്കേണ്ട മാർഗം വിവരിച്ചു കൊടുക്കുകയും അതിലൂടെ സഞ്ചരിക്കേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. قَالَ اهْبِطَا مِنْهَا جَمِيعًا بَعْضُكُمْ لِبَعْضٍ عَدُوٌّ
فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. അവൻ അനുശാസിച്ചു, നിങ്ങൾ ഇരുകൂട്ടരും മനുഷ്യനും പിശാചും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇനി എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം വന്നെത്തുമ്പോൾ അത് പിന്തുടരുന്നവൻ വഴി പിഴയ്ക്കുന്നതല്ല, ഭാഗ്യഹീനരാകുന്നതുമല്ല. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. എന്റെ ഉദ്ബോധനത്തിൽ നിന്ന് മുഖം തിരിക്കുന്നവനോ അവന് ഈ ലോകത്ത് കുടുസായ ജീവിതമാണുള്ളത്. പുനരുദ്ധാന നാളിലോ നാം അവനെ അന്ധനായി എഴുന്നേൽപ്പിക്കും. ഇഹത്തിൽ കുടുസായ ജീവിതമുണ്ടാകുമെന്നതുകൊണ്ടുള്ള വിവക്ഷ ദാരിദ്ര്യമുണ്ടാകുമെന്നല്ല. ഇവിടെ അവന് സ്വസ്ഥത ലഭിക്കില്ല എന്നാണ്. അവൻ കോടീശ്വരനായേക്കാം, പക്ഷേ സംതൃപ്തിയുണ്ടാവില്ല. മുഴുവൻ ലോകത്തിന്റെയും സാരഥിയായേക്കാം, പക്ഷേ അശാന്തിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അവന്റെ ഐഹിക വിജയങ്ങൾ അത്രയും ആയിരമായിരം കുൽസിത തന്ത്രങ്ങളിലൂടെ നേടിയെടുത്തതായിരിക്കും. അതുമൂലം തന്റെ സ്വന്തം മനസ്സാക്ഷി മുതൽ സാമൂഹിക ചുറ്റുപാടുകൾ വരെയുള്ള എല്ലാറ്റിനോടും അവന് നിരന്തരം സംഘട്ടനം നടത്തേണ്ടി വരുന്നു. അതിനിടയിൽ യഥാർത്ഥ ശാന്തിയും സന്തുഷ്ടിയും ആസ്വദിക്കാനുള്ള സൗഭാഗ്യം ഒരിക്കലും അവന് ലഭിക്കാതെ പോകുന്നു. ഇവിടെ ആദമിന്റെ കഥ അവസാനിക്കുകയാണ്. ഈ കഥ ഇവിടെയും ഇതര സ്ഥലങ്ങളിലും വിവരിച്ച രീതി വിചിന്തനം ചെയ്തതിൽ നിന്ന് നാം ഇപ്രകാരം മനസ്സിലാക്കുന്നു. അല്ലാഹു ആലം, ഭൂമിയുടെ അടിസ്ഥാനപരമായ പ്രാതിനിധ്യം ആദം നബിക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് ആദ്യമേ നൽകപ്പെട്ടതായിരുന്നു. ആ സ്വർഗം ഒരുപക്ഷെ വാനലോകങ്ങളിലായേക്കാം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടതുമായേക്കാം. ഏതായാലും അവിടെ അള്ളാഹുവിന്റെ ഖലീഫയെ പ്രതിഷ്ഠിച്ചത് ഈ വിധത്തിലാണ്. അവന്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സർക്കാർ ചുമതലയിലായിരുന്നു. അവന്റെ കൽപ്പനകൾ അനുസരിക്കാൻ സേവകന്മാരുമുണ്ടായിരുന്നു. പ്രാതിനിധ്യത്തിന്റെ ഉന്നതവും മഹത്തരവുമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ കഴിയുമാറ് അവന് തന്റെ ജീവിതാവശ്യങ്ങളെക്കുറിച്ച് തെല്ലും വേവലാതിപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ദശയിൽ അവനെ സ്വതന്ത്രമായി സ്ഥിരപ്പെടുത്തുന്നതിനു മുമ്പ് പ്രാതിനിധ്യ പദവിക്കുള്ള അവന്റെ യോഗ്യത വെളിപ്പെടാനും ദൗർബല്യങ്ങളും ഗുണദോഷങ്ങളും പ്രകടമാകാനും വേണ്ടി അവനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കാൻ അല്ലാഹു തീരുമാനിച്ചു. അങ്ങനെ പരീക്ഷണം നടന്നു. പ്രാതിനിധ്യ പദത്തിലേക്കുള്ള സ്ഥാനാർത്ഥി അത്യാഗ്രഹത്തിനും വ്യാമോഹത്തിനും അടിപ്പെട്ട് വഞ്ചിതനാകുന്നതാണ് അതിലൂടെ കണ്ടത്. അനുസരണത്തിനുള്ള നിശ്ചയദാർഢ്യം അവനിൽ ഭദ്രമായി നിലനിൽക്കുന്നില്ല. വിസ്മൃതി അവന്റെ ജ്ഞാനത്തെ അതിജയിക്കുന്നു. ഈ പരീക്ഷണത്തിനു ശേഷം ആദമിനും അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും സ്വതന്ത്രമായ പ്രാതിനിധ്യം കൽപ്പിക്കുന്നതിനു പകരം പരീക്ഷണാത്മകമായ പ്രാതിനിധ്യമാണ് കൽപ്പിച്ചത്. പരീക്ഷണത്തിനു വേണ്ടി ഒരു ഘട്ടം നിശ്ചയിക്കുകയും ചെയ്തു. ഈ പരീക്ഷണഘട്ടത്തിൽ സ്ഥാനാർത്ഥികളുടെ ജീവിതാവശ്യങ്ങൾ സർക്കാർ നേരിട്ട് നിർവഹിക്കാനുള്ള വ്യവസ്ഥ നിർത്തിവച്ചിരിക്കുന്നു. ഇപ്പോൾ തനിക്ക് ആവശ്യമായ ജീവിത വിഭവങ്ങൾ അവൻ സ്വന്തം പരിശ്രമത്തിലൂടെ നേടിയെടുക്കണം. ഭൂമിയുടെയും അതിലെ സൃഷ്ടികളുടെയും മേലുള്ള അവന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം. സ്വാതന്ത്ര്യമുണ്ടായിട്ടും അവൻ അനുസരിക്കുന്നുവോ ഇല്ലയോ എന്ന് പരീക്ഷിക്കും. വിസ്മൃതിയിലകപ്പെടുകയോ അത്യാഗ്രഹത്തിനും വ്യാമോഹത്തിനും അടിപ്പെട്ട് മാർഗഭ്രഷ്ടനാവുകയോ ചെയ്യുമ്പോൾ താക്കീതുകളും ഉദ്ബോധനങ്ങളും സ്വീകരിച്ച് സൽപന്ഥാവിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അവന്റെ അവസാന വിധി അനുസരണത്തിന്റേതായിരിക്കുമോ ധിക്കാരത്തിന്റേതായിരിക്കുമോ എന്നും പരീക്ഷിക്കപ്പെടും. പരീക്ഷണദശയിൽ ഓരോ വ്യക്തിയുടെയും നിഖില പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി റെക്കോർഡാക്കപ്പെടുന്നുണ്ട്. വിചാരണ നാളിൽ ആർ വിജയം വരിക്കുന്നുവോ അവൻ സ്വതന്ത്രമായ പ്രാതിനിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു. ഈ അവസരത്തിൽ ഭൂമി മുഴുവൻ സ്വർഗമാക്കി പരിവർത്തിപ്പിക്കപ്പെടുന്നു. പരീക്ഷണവേളയിൽ അനുസരണത്തിൽ ഉറച്ചു നിൽക്കുകയോ വിസ്മൃതിക്ക് ശേഷം അനുസരണത്തിലേക്ക് തിരിച്ചുവരികയോ ചെയ്തുകൊണ്ട് തങ്ങളുടെ അർഹത സ്ഥാപിച്ച ദേവദാസന്മാരായിരിക്കും അതിന്റെ അവകാശികൾ. കേവലം തീറ്റയുടെയും കുടിയുടെയും ഭോഗത്തിന്റെയും ജീവിതമായാണ് ചിലർ ഈ സ്വർഗീയ ജീവിതത്തെ മനസ്സിലാക്കുന്നത്. അവരുടെ ധാരണ ശരിയല്ല. അതിനേക്കാൾ ഉന്നതവും ഉത്കൃഷ്ടവുമാണത്. അതിൽ നിന്ന് അധപതിക്കുമെന്ന ഭയപ്പാടേ വേണ്ടതില്ല. അവിടെ മനുഷ്യൻ
ദൈവിക പ്രാതിനിധ്യത്തിന്റെ മഹത്തരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവനായിരിക്കും. നിഷ്ക്രിയത്വത്തിന്റെ ഒരു മുഖവും അവിടെ കാണപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ സ്വർഗീയ ജീവിതത്തെ വിവരിക്കുമ്പോൾ അതിലെ ആനന്ദങ്ങൾ മാത്രം പരാമർശിക്കപ്പെടുന്നത്. ഐഹികാനന്ദങ്ങളെ ആധാരമാക്കി അവയെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. ആദം ഹവ്വ കഥയുടെ ബൈബിൾ വിവരണവും പരിശോധിക്കുന്നത് ഈ സന്ദർഭത്തിൽ കൗതുകകരമായിരിക്കും. ബൈബിൾ വിവരിക്കുന്നു, യഹോവയായ ദൈവം ഭൂമിയിലെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അങ്ങനെ മനുഷ്യന് ജീവനുണ്ടായി. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം മുളപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അത് തിന്നുന്ന നാളിൽ നീ മരണപ്പെടും. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുചെന്നു. പുരുഷനും ഭാര്യയും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല താനും. യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ കനി നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല. നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആവുകയും ചെയ്യും എന്നും ദൈവം അറിയുന്നു. അങ്ങനെ സ്ത്രീ കനി പറിച്ചു തിന്നുകയും തന്റെ ഭർത്താവിനെ തീറ്റുകയും ചെയ്തു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിലൊളിച്ചു. പിന്നീട് ദൈവം ആദമിനെ വിളിച്ചന്വേഷിച്ചപ്പോൾ, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് നിന്റെ ശബ്ദം കേട്ട നേരം ഒളിച്ചു കളഞ്ഞതാണെന്നറിയിച്ചു. നിങ്ങൾ നഗ്നരെന്നറിഞ്ഞതെങ്ങനെ? വിലക്കപ്പെട്ട കനി തിന്നുവോ എന്ന് ദൈവം ചോദിച്ചു. ഹവ്വ തന്നെക്കൊണ്ട് ആ കനി ഭുജിപ്പിച്ചു എന്ന് ആദമും, സർപ്പം തന്നെ വഞ്ചിച്ചതാണെന്ന് ഹവ്വായും മറുപടി പറഞ്ഞു. അപ്പോൾ യഹോവയായ ദൈവം സർപ്പത്തോട് കൽപ്പിച്ചു, നീ ഇത് ചെയ്യുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉരസ്സുകൊണ്ട് ഇഴഞ്ഞു നീ നടക്കും. ആയുഷ്കാലമൊക്കെയും നീ പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ കൊത്തും. സ്ത്രീക്ക് ഈ ശിക്ഷയും നൽകി, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ മക്കളെ നൊന്തു പ്രസവിക്കും. നിന്റെ ആഗ്രഹം ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. സ്വന്തം ഭാര്യയുടെ വാക്ക് സ്വീകരിച്ച് തന്റെ കൽപ്പനകൾക്ക് വിരോധം പ്രവർത്തിച്ച മനുഷ്യനോട് ദൈവം കൽപ്പിച്ചു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. പിന്നെ യഹോവയായ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. അനന്തരം യഹോവയായ ദൈവം അരുൾ ചെയ്തു, മനുഷ്യൻ നന്മതിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ കനി കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. അങ്ങനെ അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഉൽപ്പത്തി 2-ാം അധ്യായം 7 മുതൽ 25 വരെ, 3-ാം അധ്യായം 1 മുതൽ 23 വരെ വചനങ്ങൾ. ബൈബിളിലെ ഈ വിവരണത്തെയും ഖുർആനിക വിവരണത്തെയും താരതമ്യം ചെയ്തു നോക്കിയിട്ടും ചിലർ ഖുർആനിലെ ഈ കഥകൾ ഇസ്രായേലിൽ നിന്ന് ഉദ്ധരിച്ചതാണെന്ന് വാദിക്കാൻ ഒട്ടും ലജ്ജിക്കുന്നില്ല. قال رب لم حشرتني أعمى وقد كنت بصيرا. അപ്പോൾ അവൻ ചോദിക്കും, നാഥ, നീ എന്നെ അന്ധനായി എഴുന്നേൽപ്പിച്ചതെന്ത്? ഭൂമിയിൽ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു അരുൾ ചെയ്യും, ശരിയാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കൽ വന്നപ്പോൾ നീ അവയെ വിസ്മരിച്ചല്ലോ. അതേവിധം ഇന്ന് നീയും വിസ്മരിക്കപ്പെടുകയാകുന്നു. ഖിയാമത്ത് നാളിലെ പുനരുത്ഥാനം മുതൽ
നരകപ്രവേശം വരെയുള്ള ഘട്ടത്തിൽ ശിക്ഷാർഹരായ പാപികൾക്ക് കടന്നുപോകേണ്ടി വരുന്ന വ്യത്യസ്തമായ അവസ്ഥകളെ ഖുർആനിൽ ഭിന്ന സന്ദർഭങ്ങളിലായി വിവരിച്ചിട്ടുണ്ട്. ഒരു രൂപം ഇപ്രകാരമാണ്: ഇക്കാര്യത്തെക്കുറിച്ച് നീ അശ്രദ്ധനായിരുന്നുവല്ലോ. ഇപ്പോൾ നിന്റെ മുമ്പിലുണ്ടായിരുന്ന തിരശ്ശീല നാം നീക്കം ചെയ്തിരിക്കുന്നു. ഇന്ന് നിന്റെ ദൃഷ്ടി അതിതീക്ഷ്ണമാകുന്നു. ഖാഫ് 22-ാം സൂക്തം. യാഥാർത്ഥ്യങ്ങൾ നിനക്ക് നല്ലവണ്ണം ദൃശ്യമായിരിക്കുന്നുവെന്നർത്ഥം. മറ്റൊരു രൂപം ഇவ்விധമാണ്: ഭീതിയാൽ ദൃഷ്ടികൾ തള്ളിപ്പോകുന്ന ഒരു ദിനത്തിലേക്ക് വേണ്ടി നാം അവരെ പിന്തിപ്പിക്കുകയാകുന്നു. അന്നവർ പരിഭ്രാന്തരായി പാഞ്ഞുകൊണ്ടിരിക്കും. തുറിച്ച ദൃഷ്ടികൾ അവരിലേക്ക് മടങ്ങുകയില്ല. അവരുടെ ഹൃദയങ്ങൾ ശൂന്യമായി തീരുകയും ചെയ്യും. ഇബ്രാഹിം 43-ാം സൂക്തം. പുനരുദ്ധാന നാളിൽ നാം അവനു വേണ്ടി ഒരു രേഖ പുറപ്പെടുവിക്കും. അത് ഒരു തുറന്ന പുസ്തകം പോലെ അവൻ കാണും. വായിക്കുക നിന്റെ ഈ കർമ്മരേഖ. ഇന്ന് നിന്റെ കണക്ക് നോക്കുന്നതിന് നീ തന്നെ മതി. ബനി ഇസ്രായേൽ 13-14 സൂക്തങ്ങൾ. വ്യത്യസ്തമായ ഈ അവസ്ഥകളിലൊന്നു തന്നെയാണ് സൂക്തത്തിൽ വിവരിച്ചതും. അള്ളാഹുവിന്റെ കുതിരത്തുകൊണ്ട് ഇക്കൂട്ടർക്ക് പരലോകത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങളും സ്വന്തം ചെയ്തികളും പരിണതികളും ശരിക്കും കാണാൻ കഴിഞ്ഞേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവരുടെ ദർശനശക്തി ഇതിൽ മാത്രം പരിമിതമായിരിക്കും. മറ്റവസ്ഥകളിലെല്ലാം അവരുടെ ദൃഷ്ടികൾ അന്ധമായിരിക്കും. അവർ തങ്ങളുടെ വഴി കാണുകയില്ല. തപ്പിപ്പരതാൻ അവരുടെ കരങ്ങളിൽ വടിയുണ്ടാകില്ല. അവരെ കൈപിടിച്ചു നടത്താനും ആരുമുണ്ടാവില്ല. അവർ കൂട്ടിമുട്ടിക്കൊണ്ടും വീണുകൊണ്ടുമിരിക്കും. എങ്ങോട്ട് പോകണം, എവിടെ നിന്നാണ് തങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ കഴിയുക എന്നൊക്കെ ചിന്തിക്കാനും അവർ അശക്തരായിരിക്കും. ഈ അവസ്ഥയാണ് പ്രകൃത സൂക്തങ്ങളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എவ்விധം നീ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിസ്മരിച്ചുവോ, അவ்விധം നീയും വിസ്മരിക്കപ്പെടുകയാകുന്നു. നീ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണ് വിഷമിക്കുന്നതിനെയും നാനാതരത്തിലുള്ള പ്രയാസങ്ങളാൽ പീഡിതനാകുന്നതിനെയും ഇന്ന് ആരും ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ഇല്ല. ആരും നിന്റെ കൈപിടിക്കാനില്ല. നിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാനോ ഗൗനിക്കാനോ ആരുമില്ല എന്നു സാരം. وَكَذَلِكَ نَجْزِي مَنْ أَسْرَفَ وَلَمْ يُؤْمِنْ بِآيَاتِ رَبِّهِ وَلَعَذَابُ الْآخِرَةِ أَشَدُّ وَأَبْقَى. ഇപ്രകാരമത്രേ റബ്ബിന്റെ സൂക്തങ്ങൾ അംഗീകരിക്കാതെ അതിര് കവിഞ്ഞവർക്ക് ഇഹലോകത്ത് നാം പ്രതിഫലം നൽകുന്നത്. പരലോകത്തെ ശിക്ഷ ഏറ്റവും കഠിനവും നിലനിൽക്കുന്നതും തന്നെയാകുന്നു. അള്ളാഹുവിന്റെ ഉദ്ബോധനത്തെയും ഗ്രന്ഥത്തെയും അവൻ അവതരിപ്പിച്ചു തന്ന ഗുണപാഠങ്ങളെയും അവഗണിച്ച് ഈ ലോകത്ത് കഴിഞ്ഞുകൂടുന്നവർ പരലോകത്ത് നേരിടാൻ പോകുന്ന ജീവിതമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. أَفَلَمْ يَهْدِ لَهُمْ كَمْ أَهْلَكْنَا قَبْلَهُمْ مِنَ الْقُرُونِ يَمْشُونَ فِي مَسَاكِنِهِمْ إِنَّ فِي ذَلِكَ لَآيَاتٍ لِأُولِي النُّهَى. ഇവർക്ക് മുമ്പ് എത്രയെത്ര ജനതകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. അവരുടെ അവശിഷ്ടങ്ങളുള്ള വാസസ്ഥലങ്ങളിലൂടെ ഇന്ന് ഇവർ സഞ്ചരിക്കുന്നു. ഈ ഗതകാല ചരിത്രങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരു വെളിച്ചവും ലഭിച്ചില്ലയോ? ബുദ്ധിയുള്ളവർക്ക് തീർച്ചയായും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇവർക്ക് മുമ്പ് എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് സൂക്തത്തിന്റെ അവതരണവേളയിലെ അഭിസംബോധിതരായിരുന്ന മക്ക നിവാസികളെയാണ്. ഇവിടെ ദൃഷ്ടാന്തങ്ങൾ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് ചരിത്രത്തിന്റെ പാഠങ്ങളും പൗരാണിക അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും മനുഷ്യവർഗത്തിന്റെ അനുഭവങ്ങളുമാണ്. وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَكَانَ لِزَامًا وَأَجَلٌ مُّسَمًّى. നിന്റെ നാഥങ്കൽ നിന്ന് നേരത്തെ ഒരു വചനമുണ്ടാവുകയും അവധി നിർണയിക്കപ്പെടുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇവരുടെ കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞേനെ. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى. അതിനാൽ പ്രവാചകരെ, ഇക്കൂട്ടർ ചമയ്ക്കുന്ന വർത്തമാനങ്ങൾ ക്ഷമിക്കുക. സൂര്യോദയത്തിനു മുമ്പും അസ്തമയത്തിനു മുമ്പും
നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുക. രാത്രി സമയങ്ങളിലും പകലിന്റെ അറ്റങ്ങളിലും അവനെ പ്രകീർത്തിക്കുക. നീ സംതൃപ്തനായേക്കാം. ഇപ്പോൾ തന്നെ അവരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നർത്ഥം. ഒരവധി വരെ അവർക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നൽകപ്പെട്ട ആ അവസരത്തിൽ അവർ ചെയ്യുന്നതെല്ലാം താങ്കൾ സഹിക്കുക. അവരുടെ നിന്ദ്യമായ ആരോപണങ്ങളും ശകാരങ്ങളും ക്ഷമിച്ച് പ്രബോധനത്തിന്റെയും ഉദ്ബോധനത്തിന്റെയും ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക. നിശ്ചിത സമയങ്ങളിൽ നിഷ്ഠയോടെ നിർവഹിക്കേണ്ട നമസ്കാരങ്ങളിൽ നിന്ന് ക്ഷമയ്ക്കും സഹനത്തിനും സ്ഥൈര്യത്തിനുമുള്ള കരുത്ത് താങ്കൾക്ക് ലഭിക്കുന്നതാണ്. റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവനെ തസ്ബീഹ് ചെയ്യുക എന്നതുകൊണ്ടുദ്ദേശം നമസ്കാരമാണ്. തുടർന്നുള്ള സൂക്തത്തിൽ അല്ലാഹു തന്നെ അരുളുന്നു, കുടുംബത്തോട് നമസ്കരിക്കാൻ നിർദ്ദേശിക്കുക, സ്വയം അതിൽ നിഷ്ഠയുള്ളവനാവുകയും ചെയ്യുക. നമസ്കാര സമയങ്ങളെക്കുറിച്ച് ഇവിടെയും സൂചന നൽകിയിട്ടുണ്ട്. സൂര്യോദയത്തിന് മുമ്പ് പ്രഭാത നമസ്കാരം, സൂര്യാസ്തമയത്തിന് മുമ്പ് അസുർ നമസ്കാരം, നിശാവേളകളിൽ ഇശാ നമസ്കാരവും തഹജ്ജുദ് നമസ്കാരവും. പകലിന്റെ അറ്റങ്ങൾ 3 എണ്ണമുണ്ടാവാം. 1 പ്രഭാതം, 2 മധ്യാഹ്നം, 3 സന്ധ്യ. അതിനാൽ സുബഹ്, ളുഹർ, മഗ്രിബ് എന്നീ നമസ്കാരങ്ങളായിരിക്കണം പകലിന്റെ അറ്റങ്ങൾ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്. കൂടുതൽ വിശദീകരണത്തിന് ഹൂദ് 114, ബനി ഇസ്രായേൽ 78, 79, അർ-റൂം 18, അൽ-മുഅ്മിൻ 55 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ താങ്കൾ സംതൃപ്തനായേക്കാം എന്ന് പറഞ്ഞതിന് 2 ആശയങ്ങളുണ്ടാവാം. മിക്കവാറും അവ രണ്ടും ഇവിടെ ഉദ്ദേശ്യവുമാകാം. ഒന്നിതാണ്, താങ്കളുടെ ദൌത്യത്തിന്റെ പേരിൽ പലവിധ വിഷമതകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഈ അവസ്ഥയെ താങ്കൾ തൃപ്തിപ്പെടുക. താങ്കളോട് അക്രമവും അനീതിയും പ്രവർത്തിക്കുന്നവരെ ഉടനടി ശിക്ഷിക്കുകയില്ല എന്ന അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തനാവുക. അവർ സത്യപ്രബോധകരെ ആക്രമിച്ചുകൊണ്ടിരിക്കട്ടെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. രണ്ടാമത്തേതാകട്ടെ ഖുർആനിൽ വ്യത്യസ്ത രീതികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഉദാഹരണമായി സൂറ ബനി ഇസ്രായേൽ 79-ാം സൂക്തത്തിൽ നമസ്കരിക്കാനുള്ള കൽപ്പന നൽകിക്കൊണ്ട് അല്ലാഹു പറയുന്നു, താങ്കളുടെ നാഥൻ താങ്കളെ സ്തുത്യർഹമായ സ്ഥാനത്തേക്കുയർത്തിയേക്കും. സൂറ അൽ-ളുഹ 4-5 സൂക്തങ്ങളിൽ പറയുന്നു, നിശ്ചയം താങ്കളുടെ ശേഷഘട്ടമാകുന്നു പ്രഥമഘട്ടത്തേക്കാൾ വിശിഷ്ടമായിട്ടുള്ളത്. അടുത്തുതന്നെ താങ്കളുടെ റബ്ബ് താങ്കൾ തൃപ്തനാകും വിധം താങ്കൾക്ക് നൽകുന്നുണ്ട്. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه وَرِزْقُ رَبِّكَ خَيْرٌ وَأَبْقَى. ഈ ലോകത്ത് വിവിധ തരം ആളുകൾക്ക് നാം നൽകിയിട്ടുള്ള ഐഹിക സുഖാഡംബരങ്ങളിൽ നീ കണ്ണുവെക്കരുത്. അതാവട്ടെ നാം അവരെ പരീക്ഷിക്കുന്നതിനായി നൽകിയിട്ടുള്ളതാകുന്നു. നിന്റെ നാഥൻ നൽകിയ ഹിതകരമായ വിഭവം മാത്രമാകുന്നു ഉത്കൃഷ്ടവും സ്ഥായിയുമായിട്ടുള്ളത്. റിസ്ക് എന്ന പദത്തെ ഹിതകരമായ വിഭവം എന്നാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. കാരണം നിഷിദ്ധമായ വിഭവത്തെക്കുറിച്ച് അല്ലാഹു നാഥന്റെ വിഭവം എന്ന വാക്കുപയോഗിച്ചിട്ടില്ല. വിവക്ഷ ഇതാണ്: പാപികളും തെമ്മാടികളും അന്യായമായ മാർഗങ്ങളിലൂടെ ധനം കുന്നുകൂട്ടി തങ്ങളുടെ ജീവിതത്തിന് ബാഹ്യമായ ആഡംബരവും മോടിയും നൽകുന്നത് കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുക താങ്കൾക്കും അനുചരന്മാർക്കും ഭൂഷണമല്ല. ഈ സമ്പത്തും ആഢ്യത്വവും ആഡംബരവും ഒന്നും താങ്കളിൽ അസൂയയും കൊതിയും ഇളക്കിവിടാൻ പര്യാപ്തമായിക്കൂടാ. സ്വന്തം പ്രയത്നത്തിലൂടെ സമ്പാദിക്കുന്ന വിഭവം എത്ര കുറച്ചായാലും അതാണ് സന്മാർഗികളും സത്യവിശ്വാസികളുമായ ജനങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. അതിലെ നന്മ പാരത്രിക ജീവിതം വരെ നിലനിൽക്കുന്നതാണ്. وَأْمُرْ أَهْلَكَ بِالصَّلَاةِ وَاصْطَبِرْ عَلَيْهَا لَا نَسْأَلُكَ رِزْقًا نَحْنُ نَرْزُقُكَ وَالْعَاقِبَةُ لِلتَّقْوَى. സ്വകുടുംബത്തോട് നമസ്കരിക്കാൻ നിർദ്ദേശിക്കുക, സ്വയം അത് സ്ഥിരമായി അനുഷ്ഠിക്കുകയും ചെയ്യുക. നാം നിന്നിൽ നിന്ന് ഒരു വിഭവവും കാക്ഷിക്കുന്നില്ല, മറിച്ച് നിനക്ക് ജീവിത വിഭവം നൽകുന്നത് നാമാണ്. ശുഭപര്യവസാനം ദൈവഭക്തിക്ക് മാത്രമാണ്.
സ്വന്തം ദുരിതങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും മുന്നിൽ നിഷിദ്ധ വിഭവങ്ങൾ കൊണ്ടുള്ള ആഡംബരപൂർണമായ ജീവിതം കണ്ട് താങ്കളുടെ ഭാര്യാസന്താനങ്ങളും നിരാശരാവേണ്ടതില്ല. അവരോട് നമസ്കരിക്കാൻ ഉപദേശിക്കുക. അതവരുടെ വിചാരഗതിയും മാനദണ്ഡവും കാഴ്ചപ്പാടും മാറ്റിക്കൊള്ളും. അവർ ശുദ്ധമായ ആഹാരം കൊണ്ട് ക്ഷമിക്കുന്നവരും സംതൃപ്തിയുള്ളവരുമായിത്തീരും. അപ്പോൾ സത്യവിശ്വാസത്തിൽ നിന്നും തഖ്വയിൽ നിന്നും സംജാതമാകുന്ന നന്മകൾക്ക് പാപവും കുറ്റകൃത്യങ്ങളും ദുനിയാവിനോടുള്ള പ്രേമവും നിറഞ്ഞ ജീവിതത്തേക്കാൾ അവർ പ്രാധാന്യം നൽകുകയും ചെയ്യും. നിങ്ങളോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്നത് അതുമൂലം നമുക്കെന്തെങ്കിലും നേട്ടമുള്ളതുകൊണ്ടല്ല എന്നർത്ഥം. നേട്ടം നിങ്ങൾക്കു തന്നെയാണ്. അന്തിമവും ശാശ്വതവുമായ ഐഹിക പാരത്രിക വിജയത്തിനുള്ള ഉപാധിയായ ദൈവഭക്തിയും സൂക്ഷ്മതയും നിങ്ങളിൽ സംജാതമാകുന്നുവെന്നതാണ് ആ നേട്ടം. وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى. അവർ പറയുന്നു, ഇയാൾ തന്റെ റബ്ബിങ്കൽ നിന്ന് ഒരു ദിവ്യാത്ഭുതം അവതരിപ്പിക്കാത്തതെന്ത്? എന്നാൽ പൂർവവേദങ്ങളിലുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടില്ലയോ? അവരിൽ നിന്നുതന്നെ നിരക്ഷരനായ ഒരു വ്യക്തി ഒരു ഗ്രന്ഥം അവതരിപ്പിക്കുക. ആരംഭം മുതൽ ഇതുവരെ മുഴുവൻ ദൈവിക ഗ്രന്ഥങ്ങളിലുമുള്ള തത്വങ്ങളുടെയും ഉപദേശങ്ങളുടെയും കാതൽ അതുൾക്കൊള്ളുക. മനുഷ്യന്റെ മാർഗദർശനത്തിനു വേണ്ടി വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതെല്ലാം സമുച്ചയിക്കുക മാത്രമല്ല, മരുഭൂവാസികളായ ബദുക്കൾക്ക് പോലും ഗ്രഹിക്കാനും പ്രയോജനം നേടാനും കഴിയും വിധം സ്പഷ്ടമായും വിശദമായും ക്രോഡീകരിക്കുക കൂടി ചെയ്യുക. ഇത് കേവലം നിസ്സാരമായ ഒരു അമാനുഷിക ദൃഷ്ടാന്തമാണെന്നോ? ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى. പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പായി നാം ഇവരെ ഒരു ശിക്ഷയാൽ നശിപ്പിച്ചിരുന്നെങ്കിൽ ഇവർ തന്നെ പറയും, നാഥ, ഞങ്ങൾ നിന്ദിതരും പതിതരുമായി തീരും മുമ്പ് നിന്റെ സൂക്തങ്ങൾ പിൻപറ്റുന്നതിന് ഞങ്ങളിലേക്കൊരു ദൂതനെ അയക്കാതിരുന്നതെന്ത്? ഖുൽ കുല്ലും മുതറബ്ബിസുൻ ഫതറബ്ബസൂ فستعلمون من أصحاب الصراط السوي ومن اهتدى. പ്രവാചകരെ, അവരോട് പറയുക, എല്ലാവരും അന്തിമഫലം കാത്തിരിക്കുന്നവരാണ്. നിങ്ങളും കാത്തിരിക്കുക. നേർവഴിക്ക് നടക്കുന്നവരാരെന്നും സന്മാർഗം സിദ്ധിച്ചവരാരെന്നും അധികം താമസിയാതെ നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ നഗരത്തിൽ ആരംഭിച്ച ഈ പ്രബോധനത്തിന്റെ അന്തിമഫലം കാണാൻ നിങ്ങൾ മാത്രമല്ല, ചുറ്റുപാടുമുള്ള എല്ലാവരും കാത്തിരിക്കുന്നവരാണ്.